ഹായ്, ഇന്ന് നമുക്കേ നല്ലൊരു നാടൻ കുഞ്ഞു ചെമ്മീൻ കറി വയ്ക്കാം കേട്ടോ. ഇത് വറുത്തരച്ച ഒരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ ഇത് വറുത്തരച്ച കറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. അതൊരു തേങ്ങ അരച്ച കറിയല്ലേ, അത്രയല്ലോ അങ്ങനെ വിചാരിക്കരുത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇതിലെന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിലെന്തൊക്കെ ആഡ് ചെയ്യാൻ പാടില്ല, അതൊക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരയ്ക്കും അത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ്. ഇതിന് വലിയ മീനല്ല, നല്ല ചെറിയ നമ്മുടെ നാടൻ ചെമ്മീനാണ് അതിന് വേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് എപ്പോഴും കഴിക്കാം നല്ലത്, കൂടുതൽ ടേസ്റ്റ് പപ്പടം, ഒരു കൊണ്ടോട്ട നല്ല തൈരിലിട്ട് ഉണക്കിയിട്ടുള്ള കൊണ്ടോട്ട മുളക്, പിന്നെ ഉപ്പേരി, തോരൻ, മീൻ വറുത്തത്, അതൊക്കെ അലങ്കാരങ്ങളാണ്. ഇതിൻ്റെ കൂടെ അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല, വെറും മീൻകറിയും മാത്രമായാലും വളരെ ടേസ്റ്റാണ്. ഇനി അതോ ഒപ്പം വേണമെങ്കിൽ ഒരു പപ്പടം മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇങ്ങനെ കുറുകിയിരിക്കും ഈ കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരയ്ക്ക് കാണുക. ഓക്കെ, ഈ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ ഇത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ ഉണ്ടാവും കേട്ടോ. ഇത്രയും ചെമ്മീനാണ്. അതിലേക്ക് ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഈ പുളി ഇത് കുരുള്ള പുളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത്രയും പുളിയാണ് എടുക്കുന്നത്. പിന്നെ ഇതിൽ ഒരു 2 ചെറിയ പീസ് കുടപ്പുളിയും ഇടും. വളരെ ചെറുത് ഒരു പീസിന് ഇപ്പം നമ്മൾ കുടപ്പുളി വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഇട്ടാൽ മതിയോ അതിൽ കിട്ടണം. ഞാനിവിടെ ഇവിടുത്തെ കുടപ്പുളി അരിഞ്ഞ് വെച്ചതുകൊണ്ടേ ചെറിയ 2 പീസാണ് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാം. ചെമ്മീൻ നന്നാക്കി വന്നപ്പോൾ ഇത്രയുണ്ട്. ഇത് 1/4 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ കറി വയ്ക്കുമ്പോൾ ഒപ്പം അതിൻ്റെ തലയും കുറച്ച് ആഡ് ചെയ്യും. ഉണ്ടോ, ഇങ്ങനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഷെല്ല് കളഞ്ഞിട്ട് ഇതിങ്ങനെ എടുക്കും. ഷെല്ല് കളയും. പിന്നെ അതിലുണ്ടാകുന്ന ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതും ഒന്ന് പിഴിഞ്ഞ് കളയും. എന്നിട്ട് ഈ ഇതിൻ്റെ തലയും കൂടി ഞാനിതിൽ വയ്ക്കും. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ്. അതിട്ട കറി ഭംഗി ഉണ്ടാവില്ല, അയ്യേ എന്നൊക്കെ ചിലരങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ തലയും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചെമ്മീൻ തലയും കൂടി ആഡ് ചെയ്ത് കറി വയ്ക്കാം. പിന്നെ ഞാനിത് വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കണം. പിന്നെ അതിൽ പുളി, ഞങ്ങൾക്കൊക്കെ പുളി ഇത്തിരി കൂടുതൽ കറിയിൽ ഇഷ്ടം. മീൻ കറിയിലൊക്കെ കുറച്ച് പുളി, നല്ല പുളി ഇട്ടിട്ടാണ് കറി വയ്ക്കുക. അതുകൊണ്ടാണ് അത്രയും പുളി ഞാൻ കുറവ്, ഇഷ്ടമുള്ളവർക്ക് കുറവ് എടുക്കുക കേട്ടോ. ഇത് നമ്മുടെ നാടൻ ചെമ്മീനാണ്, ചെറുത്. ഞാൻ അധികം ചെറിയ ചെമ്മീൻ തന്നെ വാങ്ങി കറി വയ്ക്കുള്ളൂ. വലുതിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ ചെറിയ ചെമ്മീൻ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നല്ല വറുത്തരച്ച് കുറുക്കി കറി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെയൊന്നും അങ്ങനെ വറുത്തരച്ച ഇത് കറി അങ്ങനെ ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ വറുത്തരച്ച കറി തന്നെ കൂടുതൽ വയ്ക്കുക. പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ മലപ്പുറം ജില്ലയും അച്ഛൻ പാലക്കാട് ജില്ലയാണ്. അപ്പോൾ ഈ 2 ജില്ലയുടെയും ടേസ്റ്റുകൾ സമ്മേളിച്ചാണ് ഞങ്ങളുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കറികളും ആ ഒരു സ്റ്റൈലിലേക്കാണ് വരുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഏത് ജില്ലയാണെന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. അച്ഛൻ ഇവിടെ സെറ്റിലായപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ, എല്ലാവരും. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഈ തൃശ്ശൂർ ജില്ലക്കാരുടെ ടേസ്റ്റൊന്നുമല്ല, മലപ്പുറം പാലക്കാടിൻ്റെ ടേസ്റ്റാണ് ഞങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. പ്രത്യേകിച്ചും മീൻകറികളും പച്ചക്കറിയും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ വറുത്തരച്ച് വയ്ക്കാം നമുക്കിന്ന്.
അത് നമ്മുടെ തിരുവനന്തപുരം തെക്കോട്ട് പോയ തീയൽ എന്ന് പറയുന്നതും ഈ സംഭവം തന്നെയാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ചെമ്മീൻ തീയൽ, വറുത്തരച്ച ചെമ്മീൻ തീയൽ. പക്ഷെ അവരധികം പുളിയൊന്നും ആഡ് ചെയ്യില്ല, പുളിയില്ലാതെ അങ്ങനെ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ നമ്മളുടെ ഇത് ചെമ്മീൻ വറുത്തരച്ച കറി. അപ്പോൾ ഓക്കെ, ഉണ്ടാക്കി തുടങ്ങല്ലേ. ഇതിലേക്ക് ഞാൻ ഇത്രയും നാളികേരമാണ് കേട്ടോ എടുത്തിരിക്കണം. കുറച്ചേ ഉള്ളൂ, ഒരു ഈ സ്പൂണിന് ഒരു 3 സ്പൂണെന്ന് പറയാം. അത്രയും നാളികേരമാണ് ഇത് വറുത്തരയ്ക്കുക. അതിൽ കുറച്ച് 2-3 ചുവന്നുള്ളിയും അരിഞ്ഞിടുക, പിന്നെ വേപ്പിലയും ഇടുക. അങ്ങനെയാണ് ഈ നാളികേരം വറുത്തെടുക്കേണ്ടത് കേട്ടോ. ഇത് നല്ല ബ്രൗൺ ആയിട്ട്, എന്ന് വെച്ചാൽ കരിയരുത്, ഒരു പുളിറുമ്പിൻ്റെ നിറം എന്നൊക്കെ പറയില്ലേ, ആ നിറത്തിൽ എടുക്കുക. അതാണ് അതിൻ്റെ പാകം. എന്നിട്ട് അപ്പോൾ അതിൽ ഓഫാക്കിയിട്ട് പിന്നെ അതിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി ആ ചൂടിൽ തന്നെ ഇരുന്ന് പാകമായിക്കോളും. അങ്ങനെ എടുക്കുക കേട്ടോ. പിന്നെ പുളി പ്രത്യേകം അത് ഓരോരുത്തരുടെ ഇഷ്ടം. ചില ആൾക്കാർക്ക് ഇത് അടുത്ത് കൂടെ പോയാൽ മതി, പുളി ഭയങ്കര പുളി ആയിരിക്കും, പറ്റില്ല, പുളി ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ കുറച്ചെടുത്താൽ മതി. പക്ഷെ ചെമ്മീൻ കറിക്ക് എപ്പോഴും ഇത്തിരി പുളിയുള്ള കറിയാണ് നല്ലത്. പ്രത്യേകിച്ചും നാളികേരമൊക്കെ വറുത്തരയ്ക്കുമ്പോൾ പുളി വേണം. അപ്പോൾ അങ്ങനെ കേട്ടോ, പുളി ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ എടുക്കുന്ന കണക്കാണ് ഞാൻ കാണിച്ചു തന്നത്. അതെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഈ ഒരു കളറിൽ എടുക്കുക, മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാനിതിൽ 2 വലിയ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടില്ല കേട്ടോ, കാരണം മിക്സിയിൽ കളർ പിടിക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് അതിടില്ല. ഇനി ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം അതെ, ഇതിങ്ങനെ ആയിരിക്കും കളറ്. ഇതിൽ 2 വലിയ സ്പൂൺ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സ്പൂണൊന്നുമല്ല, ടേബിൾ സ്പൂണിനേക്കാൾ ടേബിൾ സ്പൂൺ തന്നെ. ടേബിൾ സ്പൂണിൽ കൂമ്പിച്ചെടുക്കരുത്, ഫ്ലാറ്റാക്കി എടുക്കുക. അങ്ങനെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി കുറവാണ്, മുളകാണ് കൂടുതൽ. പിന്നെ അതിൽ കാശ്മീരി മുളക് കളറിന് വേണമെങ്കിൽ അതും ചേർക്കാം. എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഇപ്പോൾ തന്നെ ഇടില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ. അപ്പോൾ ഇതായിട്ട് ഇതിൻ്റെ ഒരു കളറും രൂപമൊക്കെ. ഇത് മുളക് മല്ലി ഇട്ടിട്ട് ചൂടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊരു മണം വരുമല്ലോ, ഒന്ന് ചൂടാവുമ്പോൾ മുളകിന് മല്ലിക്കൊരു മണം വരാറുണ്ട്. ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ കരിയാൻ പാടില്ല. കരിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നറിയാലോ. പിന്നെ ഇത് ഇനി മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ്. ഒന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കുക. നന്നായി അരയണം കേട്ടോ, ചെറുതായി അരഞ്ഞാൽ പോരാ, നന്നായി നല്ല നൈസായി തന്നെ അരഞ്ഞ് കിട്ടണം. എന്നിട്ട് ഇതെല്ലാം കൂടിയാണ് കറിയിൽ എല്ലാം ചെമ്മീനും എല്ലാം പുളിയും എല്ലാം ഒരുമിച്ചാണ് ഞാൻ ഇട്ടിട്ട് വയ്ക്കുക. നേരത്തെ കാണിച്ച പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടപ്പുളി ഇടുന്നു പറഞ്ഞില്ലേ, അതിത് ഇങ്ങനെ ഈ ഇത്രയും പോകുന്ന 2 പീസ് ഇത് ഇവിടുത്തെ കുടപ്പുളി അരിഞ്ഞ് ഉണക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്ര പോകുന്ന പീസ് ഇടുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് മാത്രം ഇടുക. ഓക്കെ. പിന്നെ അതിൽ അരച്ച് വെച്ച കൂട്ട് നാളികേരം വറുത്തരച്ചത് അതുകൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൽ ചെമ്മീനിടും, പച്ചമുളക് നുറുക്കിയിടും, തക്കാളി ഇടും. തക്കാളിക്ക് പുളിയില്ലാത്ത, ഇത്രയും പുളിയുള്ള കാരണം പുളി കുറഞ്ഞൊരു തക്കാളി നോക്കി ഇട്ടാൽ മതി, നല്ല പഴുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെ മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഒക്കെ പുളി കുറയ്ക്കണം കേട്ടോ. മാങ്ങയുടെ പുളിയൊക്കെ കൂടുമ്പോൾ അത്ര ഭയങ്കര പുളിയായി മാറും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം മാങ്ങയിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എനിക്ക് മാങ്ങ കിട്ടാത്ത കാരണമുണ്ട് ഇടാൻ പറ്റുന്നില്ല. മാങ്ങയിട്ട സൂപ്പറാണ്. അപ്പോൾ ഇതിൽ ചെമ്മീൻ ഇടണം. ചെമ്മീനും എടുത്ത് വെച്ചിരുന്ന തലയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 പച്ചമുളകും ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ. അതുകൂടി തക്കാളിയൊക്കെ ഇടുന്ന പുളി മാത്രമല്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം തക്കാളിയുടെ, അപ്പോഴാണ് അതിന് കറി നന്നാവുക. അപ്പോൾ പച്ചമുളകും തക്കാളി. എരിവൊന്നും കൂടില്ല, കാരണം നാളികേരം വറുത്തരച്ച കറിയാകുമ്പോൾ എരിവൊന്നും അങ്ങനെ വല്ലാതെ കൂടില്ല. ചെമ്മീൻ നല്ല ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കറി ഇത് ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ.
ഓരോ ദേശങ്ങൾക്കും കാര്യങ്ങൾക്കും അനുസരിച്ച് രുചിഭേദങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ഓരോ നാട്ടിലും ഇതിൽ നന്നായി വെക്കുന്നവരുണ്ടായിരിക്കും നല്ല. പക്ഷെ ഈ കറി ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിക്കുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടമാവാറുണ്ട് കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്താ ഈ കറി? അപ്പോൾ അവരെല്ലാവരും പറയും അവർ നാളികേരം അരച്ച് വെക്കുന്നവരാണ്, അല്ലെങ്കിൽ നാളികേര പാൽ ഒഴിച്ച് വെക്കുന്നവരാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ കറി, വറുത്തരച്ച് വെക്കുന്ന കറി എല്ലാവരും ആര് കൂട്ടിയാലും അവർക്ക് ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. പിന്നെ ഇതിൽ ഞാൻ ഇഞ്ചി ചേർക്കാറില്ല. ഇഞ്ചി ചേർക്കുമ്പോൾ മീൻ, പ്രത്യേകിച്ചും ചെമ്മീൻ്റെ ടേസ്റ്റാണ് ഈ കറിക്ക് ടേസ്റ്റ്. ചെമ്മീൻ കറിയുടെ ടേസ്റ്റ് അതാണല്ലോ, ചെമ്മീൻ്റെ ഗുണവും മണവും കിട്ടണ്ടേ. അപ്പോൾ ഇഞ്ചി ഇടുമ്പോൾ എനിക്കത് ഇഷ്ടമാവില്ല. അപ്പം ഞാൻ ഇഞ്ചി ഇടില്ല. ഇഞ്ചി ഇടാതെയാണ് ഞാൻ കറി വയ്ക്കുക. അപ്പോൾ ഉള്ളി ഇതിൽ നാളികേരം വറുക്കുമ്പോൾ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്രയും മതി. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി ഈ സംഭവങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല, ഈ സാധനങ്ങളൊക്കെ തന്നെ ഇതിൽ ഇടുന്നുള്ളൂ. ഇനി ഇത് നന്നായി വേവിക്കുക. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കത്തിച്ച് ഇത് വേവിച്ച് നല്ല തിളച്ച് കുറുകി വറ്റി വരണം. അതാണ് ഈ കറിയുടെ പാകം. ഇതിൻ്റെ ഇടയിൽ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടില്ല, ഉപ്പും കൂടി ഇടും. അത് ഉപ്പ് പിന്നെ നമ്മുടെ പാകത്തിന്. ഇപ്പം എന്തായാലും ഒരു ടീസ്പൂൺ എന്തായാലും ഉപ്പ് വേണം, അതിടും. ഒക്കെ നമ്മുടെ പാകത്തിന്. പിന്നെ ഇത് നന്നായി കുറച്ച് നേരം ഇതിന് വേവാണ്ട് ഒരു 10-20 മിനിറ്റ് ഞാൻ വേവിക്കും. 20 മിനിറ്റ് എന്തായാലും ഇത് വേവിക്കും കേട്ടോ. കാരണം ഒന്നും നല്ല മെന്ത മീൻകറി ആണ്, ചെമ്മീൻ കറിയാണ് ഇഷ്ടം. ഇല്ലയെന്നുണ്ടെങ്കിലാണ് ഇത് കഴിക്കുമ്പോൾ ചിലവർക്ക് വയറിന് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ ചെമ്മീൻ കഴിച്ചിട്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ നാരൊക്കെ വലിച്ച് കളഞ്ഞ് ആ കറുപ്പ് കളറൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ചെമ്മീൻ നന്നായി വേവിക്കുക. അപ്പോൾ തന്നെ വയറിന് യാതൊരു പ്രശ്നങ്ങളും, ചിലവർക്കൊക്കെ കഴിച്ചാൽ പ്രശ്നമാണ് എന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ മെയിനായിട്ട് ചെമ്മീൻ നന്നായി വേവിക്കുക. നന്നായി വേവിച്ച കറിക്ക് തന്നെയാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ നന്നായി വേവിച്ചുണ്ടാക്കുക. അതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ സ്റ്റൈലിലാണ് ഈ പറയണത്. എൻ്റെ വീട്ടിൽ ഞാൻ കഴിച്ച എൻ്റെ അമ്മ ഉണ്ടാക്കി വന്നിട്ടുള്ള ആ ടേസ്റ്റ് നമ്മളും പിന്തുടരുന്നു. ആ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന കറിയാണ് ഇത്. എന്താ പറഞ്ഞാൽ ഇതിൽ നന്നായി ഉണ്ടാക്കുന്നവർ പല സ്ഥലങ്ങളിലും പല നാട്ടിലും പല ഇതിലും ഉണ്ടായിരിക്കും. എല്ലാ വീട്ടിലും ഇപ്പം മീൻകറി വെക്കുന്നവർ തന്നെയല്ലേ. എല്ലാവരും ചെമ്മീൻ വാങ്ങിച്ച് വെക്കുന്നവരും കറി ഉണ്ടാക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വറുത്തരച്ചിട്ട് ഇപ്പോൾ ചെമ്മീൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കറി. ഇതൊന്നല്ല, ഇത് ഒരു 10-20 മിനിറ്റോളം ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്മിലിടാം. സിമ്മിലിട്ട് ഇങ്ങനെ മെല്ലെ കുറുക്കി വരട്ടെ. ഒരു 20 മിനിറ്റ് ആവുമ്പോഴേക്കും അത് നല്ല പാകമായിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കരുത്. അങ്ങനെ ഇത് വെന്ത് എല്ലാം സെറ്റായി വരും. 20 മിനിറ്റ് എന്തായാലും ഞങ്ങൾ വേവിക്കും. അത്രയും വേവുണ്ട് ഈ കറിക്ക്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫ്ലെയിം വരുന്നിടത്ത് അടിയിൽ പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി മേവാണ്ട് കണ്ടോ, ഇതാണ് ഇപ്പം നമ്മുടെ കറിയുടെ പാകം. ഇങ്ങനെ തിള വന്ന് കൊത്ത ഒരു സിനിമയിൽ ഇതില്ലേ ഇപ്പം പറയണില്ലേ, പാട്ടിലോ അതുകൊണ്ട് പറയുന്നുണ്ട് കൊത്ത. അതിപ്പോൾ ഈ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ നാളികേരം വറുത്തരച്ചതല്ലേ, അപ്പോൾ അതിൽ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ടല്ലേ. ഇങ്ങനെ കൊത്ത എന്ന് പറഞ്ഞിട്ട് തിളയ്ക്കുന്ന ഈ പാകം. ശബ്ദം കേൾക്കല്ലേ, ഇതാണ് ഇതിൻ്റെ പാകം. ഈ പാകത്തിൽ ഒരു 20 മിനിറ്റ് ഇരുന്നുണ്ടെങ്കിൽ ലാണ് സിമ്മിലിട്ട് വേവിച്ച് ഈ പാകത്തിന് കിട്ടും നമുക്ക്. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് ഓഫ് ചെയ്യുക. ഇതിൽ അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് വറവിടേണ്ട സാധനം ചുവന്നുള്ളി, വേപ്പിലയും. അല്ലാണ്ട് ഇതിൽ കടുകോ പെരിഞ്ചീരകോ ഇവയൊക്കെ സാധനമൊന്നും, കടുക് ഒട്ടും കാണിക്കരുത് കേട്ടോ. അതൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ചെയ്ത പണിയൊക്കെ വെറുതെ പോകും. അപ്പോൾ കടുക് ഇടരുത്. വെറും ചുവന്നുള്ളിയും വേപ്പിലയും മാത്രം നല്ല വെളിച്ചെണ്ണയിൽ വറവിട്ട് ഒഴിക്കുക. ഉള്ളിമുളകും
അല്ല ഉള്ളിയും വേപ്പിലയും വറവിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഇനി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക. ഇങ്ങനെ ഒന്ന് എയർ പോകുന്ന വിധത്തിൽ നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. ഒരു കയ്യിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ നമ്മുടെ കറിയുടെ പാകം. കണ്ടോ, അങ്ങനെ ഇരിക്കണം കറി. അപ്പോൾ വറവിടുക, എന്നിട്ട് നമ്മൾ ഒന്ന് കയ്യിലിങ്ങനെ ഈ ഇളക്കിയിടുന്ന കയ്യിൽ തന്നെ ഒന്നിങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ ഈ വെള്ളമൊക്കെ അടുപ്പുമ്മ തട്ടിയിട്ട് ഇതിലേക്ക് തന്നെ ഇറങ്ങും. അപ്പോൾ വെള്ളം ചോദിക്കും കറി, അത് പാടില്ല. അപ്പോൾ അതിനാണ് ഈ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഓക്കെ, ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ ചേപ്പ് ഇതിൽ നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ വളരെ കറക്റ്റാണ്, നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പറഞ്ഞ പോലെ തന്നെ വേറെ സാധനങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യരുത്. ഇത് കുറച്ച് ഇരിക്കും തോറും കൂടുതൽ ടേസ്റ്റായിട്ട് വരും. നാളേക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. എസ്പെഷ്യലി പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചെമ്മീൻ കറിയുടെ കാര്യം അങ്ങനെയാണല്ലോ, നല്ല എന്തായാലും നല്ല ടേസ്റ്റുള്ള സംഭവമല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് എൻ്റെ ടേസ്റ്റിൽ ഞങ്ങളുടെ രീതിക്ക് ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും അറിയിക്കുക. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നും പറയണം കേട്ടോ. കിട്ടുമ്പോൾ ഇപ്പോൾ ധാരാളം ചെമ്മീൻ കിട്ടുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസിൽ വന്നിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ, അടിപൊളിയാണോ എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ബൈ.